ففعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك صوت عذاب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروه في الفساد. بسم الله الرحمن الرحيم. ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك صوت عذاب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد. ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق അവിടെ ശ്രദ്ധിക്കാനുള്ളത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അലം തറ, അവിടെ എന്താ ചെയ്യേണ്ടത്? അലം തറ ആ നിർബന്ധമായിട്ടും ഉച്ചരിക്കണം. പിന്നെ ലം എന്നുള്ള മീമിനെ എന്ത് ചെയ്യണം? ഇൽഹാറാക്കിയാൽ മതി, വെളിവാക്കിയാൽ മതി, വേറൊന്നും ചെയ്യാൻ പോണ്ട. പിന്നെ യാ അല്ല, യു ആണ്. അലം തറ. പിന്നെ ഫഅല റബ്ബുക, അവിടെ ഫഅല റബ്ബുക. പിന്നെ ബി ആദ്, അവിടെ നിർത്തുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ബി ആദ്. ദാല് കണ്ടില്ല നിങ്ങൾ? ബി ആദ് നല്ല നിർത്തണ്ടേ. അലം തറ കൈഫ ഫഅല റബ്ബുക ബി ആദ് ല്ലേ. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്, അങ്ങനെ നിർത്തണ്ടേ. എന്തുകൊണ്ടാണ് അങ്ങനെ ദ് പറയണം എന്ന് പറഞ്ഞത്? എന്താണ്? ഹുറൂഫുൽ ഖൽഖല അല്ലേ? കൽക്കലത്തിൻ്റെ അക്ഷരമായതുകൊണ്ട് അയിമ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഒരല്പം സിദ്ധത്തോടു കൂടി സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്. എന്തിനാ ആ നീട്ടണ? നമ്മൾ ആദ് എന്ന് പറഞ്ഞാൽ പോരെ, എന്തിനാ ആ നീട്ടണത്? അവിടെ അലിഫ് കണ്ടില്ലേ? പിന്നെ നമ്മൾ സ്റ്റോപ്പും ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ഇറമ ദാത്തിൽ ഇമാദ്, അവിടെ അതേപോലെ തന്നെ ഇമാദ്. പിന്നെ അല്ലത്തി ലം യുഖ്ലഖ്, അവിടെയാണ്
യാ അല്ല യു ആണ്. ഒന്ന് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ഖാഫിന് ഖ അല്ല യുഖ്ലഖ് സുക്കൂനാണ്. അപ്പോൾ എങ്ങനെ ഓതണം? അല്ലതീ ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്. ബിലാദ് എന്നല്ല, ഫിൽ ബിലാദ്. പിന്നെ വസമൂദല്ലദീന ജാബുസ്സഖ്റ ബിൽ വാദ്. അവിടെ ശ്രദ്ധിക്കാനുള്ളത് സമൂദ കഴിഞ്ഞിട്ട് അല്ലദീന ഉച്ചരിക്കുമ്പോൾ അലിഫിന് എന്തുണ്ടാവില്ല? ഉച്ചാരണം ഉണ്ടാവില്ല. കാരണം ബസിൻ്റെ അബ്ദയാണ്. കൂട്ടി ഓതുമ്പോൾ വസമൂദ അല്ലദീന ഓതണോ? വേണ്ട. വസമൂദല്ലദീന. പിന്നെ ജാബു കഴിഞ്ഞിട്ട് എന്ത് ഒരു വാവുണ്ട് നിങ്ങൾ ജാബു അല്ലേ? ജാബു അവിടെ ഒരു വാവുണ്ട്, പിന്നെ ഒരു അലിഫും ഉണ്ട്, അയിമൽ എന്തുണ്ട്? സ്വാദുണ്ട്. അപ്പം പിന്നെ ഒരു ലാമും ഉണ്ട് അല്ലേ? അസ്വഹറ എന്നുള്ളിടത്ത് ലാമുണ്ട്. ഈ 3 അക്ഷരത്തിന് ഉച്ചാരണമില്ല. അതാണ് അവിടുത്തെ പ്രത്യേകത. അപ്പം നിങ്ങൾ എങ്ങനെ ഓതണം? ജാബു പിന്നെ സ്വ. അപ്പം എങ്ങനെ ഓതണം? വസമൂദല്ലദീന ജാബുസ്സഖ്റ. അലിഫിന് ഉച്ചാരണമല്ല, ലാമിന് ഉച്ചാരണമല്ല, നീട്ടാനുള്ള വാബിന് ഉച്ചാരണമല്ല. ജാബു അസ്സഖ്റ എന്ന് ഓതണ്ടെന്നർത്ഥം. അപ്പോൾ ഓതേണ്ടത് ജാബുസ്സഖ്റ, ജാബുസ്സഖ്റ. പിന്നെ ബിൽവാദ്, അവിടെയും ആ ബി കഴിഞ്ഞിട്ടുള്ള അലിഫിന് ഉച്ചാരണം ഉണ്ടാവില്ല, ലാമിന് അവിടെ ഉച്ചാരണം ഉണ്ട്. പിന്നെ വഫിർഔന, അവിടെ ഫിർഔന എന്നല്ല ഫിർഔന. പിന്നെ ദിൽ ഔതാദ്. അതേപോലെ തന്നെ ദി കഴിഞ്ഞിട്ട് യാ കണ്ടില്ല നിങ്ങൾ? ദി കഴിഞ്ഞിട്ടൊരു യാ ഉണ്ട്, പിന്നെ സ്വാദിൽ അലിഫുണ്ട്. ഇത് രണ്ടിനും ഉച്ചാരണം ഉണ്ടാവില്ല. ദി മാത്രം ഉച്ചരിച്ചാൽ മതി. എന്നിട്ട് ലാമിലേക്ക് ചാടുക. അപ്പം എങ്ങനെ ഓതണം? ദിൽ 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 ഔതാദ്. ആ ഉച്ചരിക്കണം, കാരണം ഖത്തയിൻ്റെ അംസയാണ്. അപ്പോൾ എങ്ങനെ ഓതണം? വഫിർഔന ദിൽ ഔതാദ്. അപ്പം പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ആദ്, എമാദ്, ബിലാദ് ഒക്കെ അല്പം നീട്ടി ഉച്ചരിക്കുക. അതോടൊപ്പം എന്ത് വേണം? ദാലിമൽ എന്ത് ചെയ്യണം? അല്പം ശുദ്ധത്തോടു കൂടി സ്റ്റോപ്പ് ചെയ്യാം. അതാണ് ശ്രദ്ധിക്കാനുള്ള അതിലുള്ള പാഠങ്ങൾ. അതാണ് ഓതൻ്റെ. ഫിരി എന്നാണ് ഓതൻ്റെ. നമ്മൾ പഠിച്ചല്ലേ കഴിഞ്ഞ ആഴ്ച പഠിച്ചു. അങ്ങനെ പണ്ട് ഓതി നമ്മൾ മദ്രസയിൽ നിന്ന് പഠിച്ച ഇങ്ങനെ ഓതുക. അതിൻ്റെ നിയമം അതാണ്, ഫിരൗന എന്നാ. എന്നാൽ അതുവരെ ഒന്ന് ഓതി നോക്കി. അലം തറ കൈഫ ഫഅല റബ്ബുക. ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد. തജ്വീദ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്നാ പോവാ. അലം തറ. എന്താ അർത്ഥം? ആണോ അല്ലേ? അലം അല്ലയോ. തറ നീ കാണുക. യറ എന്ന് പറഞ്ഞാൽ കാണുന്നു, തറ നീ കാണുന്നു. അപ്പം അലം തറ നീ കാണുന്നില്ലയോ. കൈഫ എങ്ങനെയാണ്, ഫഅല ചെയ്തു, പ്രവർത്തിച്ചു, ചെയ്തു. റബ്ബുക നിന്റെ രക്ഷിതാവ് ചെയ്തത് എങ്ങനെയെന്ന് നീ കണ്ടില്ലേ, കാണുന്നില്ലേ. ബി ആദ് ഗോത്രത്തെ എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് നിന്റെ രക്ഷിതാവ് ചെയ്തതെന്ന് നീ കാണുന്നില്ലേ. ബി എന്ന് പറഞ്ഞാൽ സംബന്ധിച്ച്. ആദ് ഗോത്രത്തെ പറ്റി നിന്റെ രക്ഷിതാവ് അല്ലെങ്കിൽ ആദ് ഗോത്രത്തെ പിന്നെ മലയാളത്തിൽ സംബന്ധിച്ച് പറയേണ്ടതില്ല. ആദ് ഗോത്രത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ ചെയ്തത്, എങ്ങനെ ചെയ്തു എന്ന് നീ കണ്ടില്ലേ. ആരാണ്? ഇറമ അഥവാ ഇറം ഗോത്രത്തെ, ദാത്തിൽ ഇമാദ് തൂണിൻ്റെ ഉടമകളായ,
തൂണുകളുടെ ഉടമകളായ ഇറം ഗോത്രത്തെ അള്ളാഹു എന്താണ് ചെയ്തതെന്ന് നീ കണ്ടില്ലേ? അല്ലത്തി, ഇനി ഓരോ സ്വഭാവം പറയാം. ആ ഇറം ഗോത്രത്തിന്റെ സ്വഭാവം അല്ലെങ്കിൽ ആദ് ഗോത്രത്തിന്റെ സ്വഭാവം അല്ലത്തി ലം യുഖ്ലഖ്, സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല, മിസ്ലുഹ, ആ അവരെ പോലുള്ളവർ എന്ന് പറഞ്ഞാൽ ആദ് ഗോത്രത്തെ അല്ലെങ്കിൽ ഇറം ഗോത്രത്തെ പോലുള്ളവർ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല, ഫിൽ ബിലാദ്, രാജ്യങ്ങളിൽ, ലോകത്തെവിടെയും അവരെ പോലുള്ളവർ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. മിസ്ല് എന്ന പോലെ, ഹ അവനെ പോലെ, അതിനെ പോലെ എന്ന് പറഞ്ഞാൽ ആരാണ് ഉദ്ദേശിക്കുന്നത്? ഒന്നുകിൽ ഇറം ഗോത്രം അല്ലെങ്കിൽ ആദ് ഗോത്രം, രണ്ടും ഒന്ന് തന്നെ. തിരിച്ചു വരിക, അ എന്താണ്? അ എന്നുള്ളത് ഹുറൂഫുൽ ഇസ്തിഫാം എന്ന് പറയും അറബിയിൽ. എന്താ പറയാ? ഹുറൂഫുൽ ഇസ്തിഫാം, അല്ലേ? ആ എന്ന അക്ഷരം ചോദ്യചിഹ്നം, ചോദ്യം ചോദിക്കാനുള്ള അവ്യയമാണ്. പിന്നെ ലം എന്ന് പറഞ്ഞാലോ അത് നെഗേഷൻ ആക്കാനുള്ള അവ്യയമാണ്. അപ്പൊ അലം എന്ന് പറഞ്ഞാൽ ആ മാത്രമാണെങ്കിൽ ആണോ എന്നാവും. അലം എന്ന് പറഞ്ഞാൽ അല്ലയോ, നെഗറ്റീവ് ആവും അല്ലേ? അലം തറ, നബിയെ താങ്കൾ കണ്ണുകൊണ്ട് കണ്ടില്ലേ എന്നാണ്. എന്താപ്പാ ചോദ്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആദ് ഗോത്രവും തമ്മിൽ എത്ര കാലത്തെ വൈദൂരണ്ട്. എന്നിട്ട് നബിനോട് പറയാം, നബിയെ നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടില്ലേ എന്ന്. എന്താപ്പാ ചോദ്യം? നബി കണ്ണുകൊണ്ട് കണ്ടണോ? അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, ആനക്കാരെ കൊണ്ട് നിന്റെ രക്ഷിതാവ് ചെയ്തത് എന്താണെന്ന് നബിയെ കണ്ടില്ലേ? നബി കണ്ടണോ? കണ്ടില്ല. പിന്നെന്താ ഖുർആനാ ചോദിക്കണത്? കണ്ണുകൊണ്ട് കണ്ടില്ലേ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാള് ചിന്തിക്കുന്നില്ലേ, മനസ്സിലാക്കുന്നില്ലേ എന്നാണ്. എങ്ങനെയാണ് അത് ചിന്തിച്ച് ഉൾക്കണ്ണുകൊണ്ട് കാണുന്നത്? എങ്ങനെ ഒരാൾ എന്തിനാ പിന്നെ അള്ളാഹുത്താല കണ്ണുകൊണ്ട് കാണാതെ കണ്ണുകൊണ്ട് കണ്ടില്ല എന്ന് അള്ളാഹുത്താല എന്തിനാ ചോദിച്ചത്? അവിടെ വിശുദ്ധ ഖുർആനിന്റെ ഒരു അമാനുഷികത ഉണ്ട്. നമ്മൾ ഒരു കാര്യം കണ്ണുകൊണ്ട് കണ്ടാൽ എത്രമാത്രം വിശ്വസിക്കുമോ, ഉറപ്പാണോ, അതേപോലെ ഉറപ്പാണ് മുഹമ്മദ് നബിയെ താങ്കളോട് ഞാൻ പറഞ്ഞു തരുന്ന ഈ ആദ് ഗോത്രത്തിന്റെ കഥ. ഇതിപ്പോ പേനാണ്, അല്ല അത് പാമ്പാണ്. നിങ്ങളിപ്പോ എന്താ ഇത് കണ്ടാ എന്താ പറയാ? ഇത് കണ്ടാ നിങ്ങൾ എന്താ പറയാ? അവിടെ നിൽക്കാൻ മതി, ഇവിടെ പിന്നെ ഇത് കണ്ടാ നിങ്ങൾ എന്താ പറയാ? ഇതെന്താ? ഞാൻ പറയാം ഇത് പാമ്പാണ്. നിങ്ങളെന്താ പറയാ? പേനയാണ്. എന്തുകൊണ്ട് നിങ്ങൾ ഇത് പേനയാണെന്ന് അറിയണേ? നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ട് ഞാൻ പാമ്പ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല അല്ലേ? അപ്പൊ നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടാൽ എത്രമാത്രം ഉറപ്പാണ് ഇത് പേന. ഇതേപോലെ കണ്ണുകൊണ്ട് കാണുന്ന ഒരു കാര്യം നമുക്ക് ആർക്കും നിഷേധിക്കാൻ പറ്റൂല. ഇതേപോലെ സൃഷ്ടാവായ അള്ളാഹു പറഞ്ഞു തരുന്ന കാര്യമാണ്, കഥയാണ് ഇത് ആദ് ഗോത്രത്തിന്റെ സംഭവം. അത് നബി കണ്ടിട്ടില്ല, പക്ഷേ കണ്ണുകൊണ്ട് കണ്ടതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശ്വസിക്കാൻ സാധിക്കണം എന്നതുകൊണ്ടാണ് എന്തുപയോഗിച്ചത്? കണ്ണുകൊണ്ട് കണ്ടില്ലേ എന്ന് പറഞ്ഞത്. മനസ്സിലായോ? അപ്പൊ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലെങ്കിലും എന്തുകൊണ്ട് കണ്ടിട്ടുണ്ട്? ഉൾക്കാഴ്ച കൊണ്ട് കണ്ടിട്ടുണ്ട്, ബുദ്ധി ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ യക്കീനായ ആ ഉറപ്പ് കൊണ്ട്, അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം മൂലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉറപ്പാണ് ഇത് ആദിനെ പറ്റി പറയുന്ന സംഭവം സത്യമാണ് എന്ന്. അതുകൊണ്ട് അലം തറ എന്ന പദപ്രയോഗം അള്ളാഹു ഉപയോഗിച്ചത്. അപ്പം ആ കാണുക എന്നുള്ളത് ഹൃദയത്തിന്റെ കാണലാണ്, മറ്റൊന്ന് ഒരാളുടെ വിജ്ഞാനത്തിന്റെ കാണലാണ് അല്ലേ? നല്ല അറിവുണ്ടാവുമ്പം ആ അറിവിലൂടെ പോയി ഇസ്തിംബാത്ത് ചെയ്ത് ഗവേഷണം ചെയ്ത് നമ്മൾ പലതും കണ്ടെത്തില്ലേ? അത് അറിവിന്റെ കാണലാണ്. പിന്നെ ഒരാൾക്ക് അങ്ങേയറ്റത്തെ ബോധ്യം ഉണ്ടാവും, ഉറപ്പാവണ ചില സംഗതികൾ ഉണ്ടാവും, അങ്ങനെ കാണലാണ്. അപ്പൊ അലം തറ ഈ രൂപത്തിൽ കാണുന്നതിനാണ് എന്ത് പറയുന്നത്? അലം തറ എന്ന പദപ്രയോഗം അള്ളാഹു ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാ പിന്നെ ഹൃദയം കൊണ്ട് കാണുന്നില്ലേ എന്ന് ചോദിച്ചാൽ പോരെയിരുന്നോ? അത് ചോദിക്കാതെ അലം തറ എന്ന് എന്തിനാ ചോദിച്ചത്? എന്തിനാവും നിങ്ങളുടെ അഭിപ്രായം? ഹൃദയം കൊണ്ട് ചോദിച്ചാൽ പോരേനോ? എന്തിനാ അലം തറ എന്നല്ല ആ രൂപത്തിൽ ചോദിച്ചത്? എന്തുകൊണ്ടാ?
അത്രയും ഉറപ്പ് കിട്ടാനാണ് ആ ചോദ്യം, അല്ലേ? കണ്ണുകൊണ്ട് കണ്ടാൽ എങ്ങനെ വിശ്വസിക്കുമോ അതേപോലെ വിശ്വസിക്കാനാണ് ആ ചോദ്യം എന്നുള്ളതാണ്. പിന്നെ എല്ലാ ചോദ്യങ്ങളും പിന്നെ ഞാൻ ഇപ്പം നിങ്ങളോട് ഒരു കാര്യം ചോദിക്കണം. എന്താ, നിങ്ങൾ സാധാരണ ഇപ്പോൾ ഒരു കാര്യം ഒരാളോട് ചോദിക്കുക എന്തിനെ പറ്റിയാ? അറിയാത്ത കാര്യത്തെ പറ്റിയായിരിക്കും, അല്ലേ? എന്നാ ഇവിടെ ഇപ്പം അറിയാത്ത കാര്യത്തെ പറ്റിയാണോ അള്ളാഹു തആല ചോദിക്കണം? അല്ല, അറിയണ കാര്യം തന്നെ. അപ്പൊ പിന്നെ ആ ചോദ്യം എന്തിനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ അത് ഊട്ടിയുറപ്പിക്കാനാണ് ആ ചോദ്യം. ഇപ്പം നമ്മളിങ്ങനെ ഒരു ഇതിങ്ങനെ പറയാം, നിങ്ങൾ അറിഞ്ഞില്ലേ? എന്തറിഞ്ഞില്ലേ? നമ്മൾ പറയാറില്ലേ, ഇന്ന ആള് ഇന്ന മത്സരത്തിൽ അയാൾ 10 ഗോൾ അടിച്ചു എന്ന് പിന്നെ പറയാം. ഞാൻ അറിഞ്ഞില്ലേ, നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ എന്താണ്? പറയാൻ പോകുന്ന 10 ഗോൾ അടിച്ചിട്ടുണ്ട്, ഇന്ന ഡാഷ് ആള് ഇന്ന ആൾക്ക് 10 ഗോൾ അടിച്ചിട്ടുണ്ട് എന്ത് പറയാൻ പോകുന്നത് അതിലേക്ക് ശ്രദ്ധ ഇങ്ങോട്ട് ആകർഷിക്കാനാണ്. അറബി പറയും തശവ്വുക്ക്. നിങ്ങളുടെ മുഴുവൻ ഹൃദയവും നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും എന്നിലേക്ക് ആകർഷിക്കാനാണ് ഞാൻ എന്ത് പറഞ്ഞത്. അല്ല, നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കണതാ. എന്തിനാ അപ്പം അറിയാത്തൊരു കാര്യം അറിഞ്ഞില്ലേ ചോദിക്കണത്? അപ്പം നിങ്ങളുടെ ശ്രദ്ധ എൻ്റെ അടുത്തേക്ക് വലിച്ചു കൊണ്ടുവരാനാണത്. അതേപോലെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ പോകുന്ന കാര്യം. മുഹമ്മദ് നബിയുടെ മുഴുവൻ ശ്രദ്ധയും അള്ളാഹു തആല പറയുന്ന ഈ കാര്യത്തിലേക്ക് ഇങ്ങോട്ട് ഒഴുക്കാനാണ് അള്ളാഹു തആല എന്ത് ചോദിച്ചത്? അവിടെ ഒരു ഇസ്തിഫാമിന്റെ രൂപത്തിൽ, റിക്വസ്റ്റ്, ഒരു ചോദ്യത്തിന്റെ രൂപത്തിൽ, ക്വസ്റ്റ്യൻ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ 2 കാര്യം മനസ്സിലായില്ലേ? അലം തറ. ഇനി പറയാം കൈഫ. കൈഫ എന്താ? എങ്ങനെ, എന്താ ചെയ്തത് എന്നാണോ ചോദിച്ചത്? അല്ല, എന്താ ചെയ്തത് എന്നുള്ളതിന് എന്താ പറയാ? മാ ഫഅലയാണ്. മാ ഫഅല. അള്ള ചോദിച്ചതോ കൈഫ. അപ്പൊ എന്താ ശരിക്കിപ്പം മാ ഫഅല റബ്ബുക്ക്, നിന്റെ രക്ഷിതാവ് എന്താ ചെയ്തതെന്ന് എനിക്കറിയില്ലേ? അവിടെ മാ ആണോ അള്ളാഹ് ഉപയോഗിച്ച്? അല്ല, നമ്മൾ മലയാളത്തിൽ അർത്ഥം പറയുമ്പോൾ എന്താ ചെയ്തതെന്നാ പറയാ. പക്ഷെ അള്ളാഹ് ഉപയോഗിച്ചത് എന്താ? കൈഫ. അപ്പം അലം തറ കൈഫ, എങ്ങനെ ചെയ്തു. എന്താ എങ്ങനെ? അവിടെ ഒരു വലിയ സൂത്രമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തു ചെയ്തു എന്ന് പറയാതെ പിന്നെ ആചാനുവാഹുക്കളായ ലോകത്തെ പിന്നെ ഏറ്റവും വലിയ സമ്പന്നരും ശരീരത്തിൽ പിന്നെ ശാരീരിക ശക്തിയിൽ ഏറ്റവും ഫലമുള്ളവരും ആരോഗ്യമുള്ളവരായ ആളുകളെ എങ്ങനെ പടച്ചോൻ ചെയ്തത്, അല്ലേ? ഇത്ര സുരക്ഷിതത്വമൊക്കെ ഉള്ള ആളുകളെ അള്ളാഹു തആല എങ്ങനെയാണ് ഒരു നിമിഷം കൊണ്ട് എന്തേ ചെയ്തെന്നല്ല പറഞ്ഞ് എങ്ങനെ ചെയ്തത്. അതുകൊണ്ടാണ് കൈഫ എന്ന പദപ്രയോഗം അവിടെ ഒപ്പിച്ച്. അത് നിങ്ങൾക്ക് വിശദീകരിക്കുമ്പോൾ ഒന്നുകൂടി മനസ്സിലാവും. പിന്നെ പറയാം ഫഅല റബ്ബുക. ഫഅല എന്ന് പറഞ്ഞാൽ എന്താ? ചെയ്തു. റബ്ബുക എന്ന് പറയുന്നത് എന്തിനാ? റബ്ബുക, നിന്റെ രക്ഷിതാവ്. എന്തിനാ ക എന്ന് പറഞ്ഞ ആരാ? നബി, അല്ലേ? നബിയെ താങ്കളുടെ രക്ഷിതാവ്. എന്തിനാ നബിയിലേക്ക് ചേർത്തി പറഞ്ഞേ? എല്ലാരും രക്ഷിതാവല്ലേ, അല്ലേ? നമ്മളൊക്കെ രക്ഷിതാവല്ലേ അള്ളാഹു? എന്തിനെ നബിയിലേക്ക് പ്രത്യേകം അവിടെ ചേർത്തി പറഞ്ഞു? റബ്ബുക, നബിയെ താങ്കളുടെ രക്ഷിതാവ് എന്ന് പറയാൻ കാരണം എന്താ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ശ്രേഷ്ഠത അള്ളാഹുവിനെ മുഹമ്മദ് നബിയിലേക്ക് ചേർത്തി പറയാന്നുള്ളത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മഹത്വമാണ്, ഒരു ഷറഫാണത്, അല്ലേ? ഇപ്പം എൻ്റെ വാപ്പ എന്ന് പറയുന്നതും ബാപ്പ എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. എന്താ? ഞാനിവിടുത്തെ മുഖ്യമന്ത്രിയാവും, അപ്പം എൻ്റെ വാപ്പ എന്ന് പറയുമ്പോൾ എന്താ? മുഖ്യമന്ത്രിൻ്റെ വാപ്പ എന്ന് പറയാതെ എൻ്റെ വാപ്പ അല്ലെങ്കിൽ നിങ്ങളുടെ വാപ്പ എന്ന് പറയുന്നതിൽ എന്തുണ്ട്? ആ വാപ്പ ചിലപ്പോൾ മുഖ്യമന്ത്രിയാവും, അല്ലേ? അപ്പം ആ വാപ്പയിലേക്ക് ചേർത്തി പറയുമ്പോൾ എൻ്റെ മഹത്വമാണ് അതിൽ എന്തുള്ളത്? പിന്നെ അതിൽ ഒളിഞ്ഞു കിടക്കേണ്ടത്. യഥാർത്ഥത്തിൽ അള്ളാഹു എന്ന് പറഞ്ഞാൽ പോരെ? അള്ളാഹു അല്ലേ ഇപ്പം ഇത് റബ്ബുക്ക എന്ന് പറയാം. അള്ളാഹു എന്ന് പറയാതെ റബ്ബുക്ക എന്ന് പറഞ്ഞതിൽ മറ്റും പല സൂത്രങ്ങളുണ്ട്. റബ്ബ് എന്ന് പറയുന്നത് എല്ലാവരെയും പോറ്റി വളർത്തുന്ന രക്ഷിതാവ്. ആ റബ്ബിൻ്റെ കീഴിൽ എന്തൊക്കെയുണ്ട്? അള്ളാഹുവാണ് ഖാലിക്ക്, അള്ളാഹുവാണ് മാലിക്ക്, അള്ളാഹുവാണ് റാസിക്ക്, അള്ളാഹുവാണ് മുദബ്ബിർ, അല്ലേ? ഇങ്ങനെ തുടങ്ങി നമ്മെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്.
ആദിനെയും സൃഷ്ടിച്ചത്, ഫിരാവുനെയും സൃഷ്ടിച്ചത്, മുഹമ്മദ് നബിയെ താങ്കളെയും സൃഷ്ടിച്ചത് നിന്റെ രക്ഷിതാവാണ്. ആദിനും ഭക്ഷണം കൊടുക്കുന്നത്, ഫിരാവുനും ഭക്ഷണം കൊടുക്കുന്നത്, പിന്നെ സമൂദിനും ഭക്ഷണം കൊടുക്കുന്നത് നിന്റെ രക്ഷിതാവാണ് റാസിക്ക്. അല്ലേ? അവരുടെ സമ്പത്തും നിങ്ങളുടെ സമ്പത്തും നിന്നെ ജീവിപ്പിക്കുന്നതും അവരെ ജീവിപ്പിക്കുന്നതും അള്ളാഹുവാണ്. അതാണ് മാലിക്. അല്ലേ? ഇങ്ങനെ അള്ളാഹിന്റെ സിഫത്തുകളൊക്കെ ഇതിന്റെ കീഴിൽ ഓരോന്നോരോന്നായി വരുന്നുണ്ട്. അപ്പൊ നോക്കി നിങ്ങൾ, അതുകൊണ്ടാ റബ്ബ് എന്ത് പറഞ്ഞത്? റബ്ബുക, കൈഫ ഫഅല റബ്ബുക. പിന്നെ പറയാ എന്ത്? ബി ആദ്. അല്ലേ? ആദ് ഗോത്രത്തെ. ആദ് ഗോത്രം എന്ന് പറയുന്നത് ആരാണ്? പിന്നെ ഏകദേശം അറിയപ്പെട്ടിടത്തോളം ആദ്യമായിട്ട് നൂഹ് നബി അലൈഹിസ്സലാം. അല്ലേ? പിന്നെ ആദം കഴിഞ്ഞിട്ട് പിന്നെ നൂഹല്ലേ. പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ ആളുകളുണ്ട്, പക്ഷേ വിശുദ്ധ ഖുർആനിൽ അതൊന്നും പ്രതിപാദിക്കണില്ല. പിന്നെ വരുന്ന പ്രവാചകൻ ആരാ? ഹൂദ് അലൈഹിസ്സലാം. ആ ഹൂദ് നബിയുടെ സമുദായമാണ് ഇത്, ജനതയാണ് ഇത് ആദ്. ആദ് എന്ന് പറയുന്നത് ഒരു ഗോത്രത്തിന്റെ പേരാണ് എന്ന് പറയുന്നവരുണ്ട്. ഒരു ഗോത്രത്തിന്റെ പേരാണ് ഏത്? ആദ് എന്ന് പറയുന്നത്. ഇനി ആദിനെ വിവരിക്കുകയാണ് എന്ത്? ഇറമ ദാത്തിൽ ഇമാദ്. ഇറം അഥവാ ആദ് എന്ന് പറഞ്ഞതിന് അള്ളാഹു തആല വിവരിക്കാണ് അഥവാ ഇറം. ഇറം എന്ന് പറയുന്നത് രണ്ടർത്ഥമാണ്. ഒന്ന്, ആദിന്റെ ആദ്യത്തെ ഗോത്രത്തിന്റെ പേരാണ് ഇറം എന്ന് പറയുന്നത് ഒന്നും. അതല്ല, ആ ഗോത്രം പിന്നെ ആദ് സമുദായം ജീവിച്ചിരുന്ന ആ നാട്ടിലെ ഏറ്റവും വലിയ പട്ടണത്തിന്റെ പേരാണ്, പിന്നെ നഗരത്തിന്റെ പേരാണ് ഇത് ഇറം എന്ന് പറയുന്ന ആളുകളും ഉണ്ട്. അല്ലേ? അപ്പൊ രണ്ടർത്ഥം. ഒന്ന്, ഇപ്പം നമ്മളിപ്പോ നിങ്ങളിപ്പോ ഇവിടെ പിന്നെ ഇപ്പൊ ഉദാഹരണമായിട്ട് പിന്നെ നിങ്ങളെവിടെ താമസിക്കണമെന്ന് ചോദിച്ചാൽ നിങ്ങളെന്താ പറയാ? പിന്നെ സാൽമിയ. നിങ്ങൾ പുറത്തുള്ള ഒരു ആളോട് പറയാ, എങ്ങനെ പറയാ? സാൽമിയ എന്ന് അറിയില്ല നിങ്ങൾ? കുവൈത്ത്. പക്ഷെ നിങ്ങൾ കുവൈത്തിലല്ലോ, കുവൈത്ത് സിറ്റിയിലല്ലല്ലോ നിങ്ങൾ. അല്ലേ? അല്ലെങ്കിൽ കുവൈത്തിന്റെ തലസ്ഥാനം എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥലം ഉണ്ടാവും. ലോകത്ത് മുഴുവൻ കുവൈത്തിന് അറിയപ്പെടുന്ന അതിന്റെ ആസിമായ കുവൈത്ത് സിറ്റി എന്നെല്ലാവർക്കും അറിയാം. പക്ഷേ ഈ സാൽമിയ വല്ലി ഫൈഹ എന്നൊന്നും ആർക്കും അറിയില്ല. അപ്പൊ ഞാൻ മറ്റുള്ളവരോട്, പുറം രാജ്യക്കാരോട് പറയുമ്പോൾ ഞാൻ എന്താ പറയാ? ഞാനവിടെ കുവൈത്തില്, ഞാൻ കുവൈത്ത് സിറ്റിയിലൊന്നല്ല, കുവൈത്തിന്റെ അധീനതയിലുള്ള സാൽമിയയിലാണ്, ഫൈഹയിലാണ് ഞാൻ. അപ്പൊ ഫൈഹ നമ്മൾ പറയില്ല, കുവൈത്ത് പറയും. ഇതേപോലെ ആദ് ഗോത്രത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ആസിമയാണ് ഇത് ഇറം എന്ന് പറയുന്നത്. അതിന്റെ തലസ്ഥാനമാണ്, തലസ്ഥാന നഗരിയാണ് ഇറം എന്ന് പറയുന്നത് എന്ന് പറയുന്ന പണ്ഡിതന്മാരെയും കാണാം. അപ്പം ഇറം എന്ന് പറയുന്നത് അവരിൽപ്പെട്ട ഒരു ഗോത്രമാണെന്നും അതല്ല അവിടെയുള്ള അറിയപ്പെടുന്ന, ഇപ്പൊ നമ്മള് ഇന്ത്യക്കാർ പറയും ന്യൂഡൽഹി, ബോംബെ എന്നൊക്കെ പറയും പോലെ, അല്ലേ? അങ്ങനെയുള്ള ഒരു പിന്നെ നഗരമാണ് അത് എന്ന് പറയുന്നതും എന്ന് പറയുന്ന പണ്ഡിതന്മാരെയും കാണാൻ സാധിക്കും. എവിടെ ഇവര് താമസിച്ചിരുന്നത്? അഹ്കാഫ് എന്ന് പറയുന്ന ഒരു മണൽക്കൂനയുള്ള ഒരു സ്ഥലത്താണ്. ആ സ്ഥലത്തിന്റെ പേരാണ് അഹ്കാഫ്. അഹ്കാഫ് എവിടെ? യമന്റെയും ഒമാന്റെയും ഇടയിലുള്ള ഒരു സ്ഥലമാണ് ഇത് അഹ്കാഫ്. യമനും പിന്നെ ഒമാനും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? ബോർഡറുകൾ തമ്മിൽ ഏകദേശം 300 കിലോമീറ്ററിന്റെ വ്യത്യാസമുണ്ട്. പക്ഷെ അതിന്റെ സെന്റർ മുതൽ പിന്നെ മറ്റേന്റെ സെന്റർ വരെ എത്ര ഉണ്ട്? 1000 ചില്ലാനം കിലോമീറ്റർ വ്യത്യാസമുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഒരു സ്ഥലമായിരുന്നു ഇത് ആദ് ഗോത്രം, ആദ് സമൂഹം ജീവിച്ചിരുന്ന അഹ്കാഫ് എന്നാണ് പറയപ്പെടുന്നത്. അതും സൗദി അറേബ്യയുടെ ഏത് ഭാഗത്താണ്? തെക്ക് ഭാഗത്താണ്. ജസീറത്തുൽ അറബിന്റെ തെക്ക് ഭാഗത്തുള്ള പിന്നെ അഹ്കാഫ് എന്ന് പറയുന്ന ഒരു മണൽക്കൂന പോലുള്ള ആ പ്രദേശത്താണ് ആര് താമസിച്ചിരുന്നത്? ആദ് ഗോത്രം താമസിച്ചിരുന്നത്. അവരിലേക്ക് അയക്കപ്പെട്ട പ്രവാചകന്റെ പേരാണ് ഏത്? പിന്നെ ഹൂദ് അലൈഹിസ്സലാം എന്ന് പറയുന്നത്. പിന്നെ എന്താ അവർക്കുള്ള പ്രത്യേകത? അള്ളാഹ് പറയാ ദാത്തിൽ ഇമാദ്. എന്താ ഇമാദ്? ഇമാദ് സാധാരണ ഇമാദ് അറിയണത് ഈ സാധനം ഇവിടെ നിൽക്കണമെങ്കിൽ ഇതിനിപ്പോൾ നിങ്ങൾ എന്താ പറയാ? അല്ലെ തൂണില്ലേ? നിങ്ങൾ പണ്ടത്തെ പള്ളിയൊക്കെ കണ്ടില്ലേ? തൂണുമൽ ഇങ്ങനെയുള്ള പണ്ടത്തെ വീടുകളൊക്കെ അങ്ങനെ തന്നെ. ആ തൂണിനാണ് ശരിക്കും എന്താ പറയാ? ഇമാദ്. അപ്പൊ ഇമാദുള്ള തൂണുകളുള്ള നഗരം എന്ന് പറഞ്ഞാൽ
അവരുടെ എൻജിനീയറിങ് എന്താ പറയാ, ആ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ശക്തി കാണിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇമാദ് എന്ന് പറഞ്ഞിട്ട്. ഒരർത്ഥം അത് തൂണുകളുടെ ഉടമയായ. പിന്നെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭീമാകാരമായി ഉയർന്നു നിൽക്കുന്ന വലിയ കൊട്ടാരങ്ങളും എടുപ്പുകളുമാണ്. അങ്ങനെയുള്ള ഒരു ജനവിഭാഗമാണ് ആര്? അവർക്കുണ്ടായിരുന്ന ഒരു പ്രത്യേകത, ഭീമാകാരമായ എടുപ്പുകൾ ഉണ്ടാക്കും അവർ. അതിനെന്തു വേണം? വലിയ എടുപ്പുകൾ നിൽക്കണമെങ്കിൽ എന്ത് വേണം? നല്ല ഉറപ്പുള്ള തൂണ് വേണം. അങ്ങനെയുള്ള സാമ്പത്തികമായി ആ രൂപത്തിൽ ശക്തിയുള്ള ജനവിഭാഗമായിരുന്നു ആര്? ആദ് ഗോത്രം എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞവരുണ്ട്. മൂന്നാമത്തെ ഒരർത്ഥം, നമ്മളിപ്പോ ഈ കുടിൽ കെട്ടില്ലേ, അറബികൾ ഹൈമ എന്നറിയില്ലേ? നല്ല നല്ല ഉഷാറുള്ള കുടിൽ കെട്ടണമെങ്കിൽ എന്ത് വേണം? ഉറച്ച തൂണ് വേണം. അങ്ങനെ വലിയ തൂണുകളുള്ള ഉറച്ച കൈമകളുടെ ആളാണ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കൈമ സാധാരണക്കാരന് കെട്ടാൻ പറ്റൂല. അപ്പൊ അതിനെന്ത് വേണം? നല്ല സാമ്പത്തിക സ്രോതസ് വേണം, അതിനുള്ള ശക്തിയും വേണം, ഇല്ലേ? അപ്പൊ ശാരീരികമായ ശക്തിയും സാമ്പത്തികമായ ഉന്നമനവും ഉള്ള ആളുകളായിരുന്നു എന്ന് കാണിക്കാനാണ് ഇറമദാത്തിൽ ഇമാദ് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്ന മുഫസ്സിറുകളെയും കാണാം. മൂന്നാമത്തെ ഒരർത്ഥം, അവര് ഈ ആദ് ഗോത്രം ലോകത്ത് തന്നെ അങ്ങേയറ്റം നീളവും വലിപ്പവും ശരീരത്തിന്റെ ആകൃതിയും രൂപമൊക്കെ നല്ല വീതിയും വലിപ്പമൊക്കെ ഉള്ള കാണാൻ നല്ല ശക്കിലുള്ള ആളുകളായിരുന്നു ആര്? ആദ് ഗോത്രം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിങ്ങനെ നിന്നാൽ ഉറച്ചു നിൽക്കുന്ന ഒരു തൂണ് പോലെ ഇങ്ങനെ നമുക്ക് ചിത്രത്തിൽ കാണുന്ന പോലെ തോന്നും. അത്രയും വലിയ ആജാനുബാഹു മനുഷ്യന്മാരായിരുന്നു ആര്? ആദ് ഗോത്രം. അതുകൊണ്ടാണ് അല്ലാഹു തആല എന്ത് പറഞ്ഞത്? ഇറമദാത്തിൽ ഇമാദ്. അപ്പൊ ഇറമദാത്തിൽ ഇമാദ് എന്ന് പറഞ്ഞതിന് മുഫസ്സിറുകൾ കൊടുക്കുന്ന 3 അർത്ഥം. ഒന്നെന്താണ്? വലിയ കൊട്ടാരങ്ങളും ഉയർന്ന് ഭീമാകാരമായ ബിൽഡിങ്ങുകളൊക്കെ ഉള്ള ആളുകളായിരുന്നു. അതിനെന്ത് വേണം? തൂണ് വേണം. രണ്ടാമത്തത്, അവര് വലിയ ഈ ഹൈമ കെട്ടുക എന്ന് പറഞ്ഞാൽ സാധാരണ എന്താ അതിന്റെ പിന്നിലുള്ള അർത്ഥം എന്താ? അതിന്റെ ഹൈമ അങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിന്റെ പ്രൗഡാണ് എനിക്കത്, ഇല്ലേ? എനിക്കൊരു ഫഹറാണ്. എൻ്റെ കൈമയ്ക്ക് വരും, എൻ്റെ ദീവാനിക്ക് വരിക പറഞ്ഞാൽ എനിക്കെന്താണ്? ഒരു ഫഹറാണ്, ഒരു പ്രൗഡാണ്. അതേപോലെയാണ് വലിയ തൂണുകളുള്ള കൈമ എന്ന് പറയുമ്പം അതൊരു ഫഹറാണ്. ആ നിലക്ക് അവർ ശക്തിയുള്ളവരായിരുന്നു എന്ന് പറയുന്ന രണ്ടാമത്തെ അർത്ഥം. മൂന്നാമത്തെ, അവരുടെ ശരീരത്തിന്റെ ആരോഗ്യവും അതിൻ്റെ ഹജമ് കാണിക്കാൻ, വലിപ്പവും വീതിയും ഒക്കെ കാണിക്കാനുള്ള ആ അർത്ഥത്തിനാണ് അത്. എന്താണ് ആലങ്കാരികമായ പ്രയോഗമാണ് എന്ന് പറയുന്ന മുഫസ്സിറുകളെയും കാണാൻ സാധിക്കും. അപ്പൊ എന്തൊക്കെ പഠിച്ചു നമ്മള്? അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്, ഇറമ ദാത്തിൽ ഇമാദ്. എന്താ ഈ ദാത്ത് പറഞ്ഞാൽ? ഇത് മാലി പറഞ്ഞാൽ എന്താ? മാലി പൈസ, സമ്പത്ത്, അല്ലേ? അപ്പൊ മാലി എന്ന് പറഞ്ഞാൽ എന്താ? പൈസ ഉള്ളവൻ, സമ്പത്തുള്ളവൻ. മനസ്സിലായി നിങ്ങൾക്ക്? മാലി കാശ്, സമ്പത്ത്. അവിടെ ചേർത്താല് മാലുള്ളവൻ, മാലിന്റെ ഉടമ, അല്ലേ? അതേപോലെ പെണ്ണിന് പറയുന്നതാണിത് ജാത്ത്, ഉള്ളവൾ. എന്തുള്ളവള്? മാലുള്ളവൾ എന്ന് പറഞ്ഞാ ധനാഢ്യ, അല്ലേ? ധനാഢ്യൻ, ധനികൻ, ധനിക എന്ന് പറയുന്നതിന്റെ മറ്റൊരു പ്രയോഗമാണിത് ദാത്തുമാൽ. അതേപോലെ ദാത്തുൽ ഇമാദ്, തൂണുകളുടെ ഉടമ എന്ന് പറഞ്ഞാൽ അവരുടെ ഫഹറും അവരുടെ ശരീരത്തിന്റെ ആകൃതിയും ഒക്കെ കാണിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സൂചിപ്പിച്ചിട്ട്. അപ്പം അമദ് അമദ് എന്ന് പറയുന്നത് ഒരു തൂണല്ലല്ലോ, കുറേ തൂണുകളുണ്ട്. അപ്പൊ കുറേ തൂണുണ്ടാവുമ്പം ആ സ്ത്രീലിംഗ രൂപത്തിലായിട്ടാണ് ഉപയോഗിക്കുക. എടുപ്പുകളൊക്കെ ഒരു എടുപ്പല്ല, ഒരുപാട് എടുപ്പുകളാണ്. അപ്പൊ അതൊക്കെ ആ രൂപത്തിലാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പൊ ഈ പറഞ്ഞതൊക്കെ ഇമാദ് എന്ന് പറയുന്നത് ഒന്ന് അവരുടെ ശക്തിയുടെ പ്രതീകമാണ്. രണ്ടാമത് തൂണുകൾ എന്ത് ചെയ്യും? നല്ല ഉറച്ച പാറ പോലെ ഇങ്ങനെ നിൽക്കും. അങ്ങനെ ആ ഉറപ്പിന്റെ പ്രതീകമാണ്.
മൂന്നാമത്തത് അവരുടെ മഹത്വവും അവരുടെ പ്രൗഢും കാണിക്കും അതിൽ. അതിൻ്റെ പ്രതീകമാണ് ഏത് ഇമാദ് എന്ന് പറയുന്നത് എന്നുള്ളതാണ്. അപ്പം ഇതിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കാനുള്ള ഒരു പാഠമുണ്ട്. എന്തൊക്കെയാണ് അതിൽ പഠിക്കാനുള്ളത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ മുമ്പ് ഇപ്പം എന്തേ പറഞ്ഞത്? ആദ്യം സൂറത്ത് തുടങ്ങണ എങ്ങനെ? വൽ ഫജ്ർ വലയാലിൻ നശ്ർ അല്ലേ? അവിടെ നോക്കി നിങ്ങൾ, അള്ളാഹുവിൻ്റെ സൃഷ്ടിയായ പ്രാപഞ്ചിക ദൃഷ്ടാന്തമായ ഫജ്ർ, അള്ളാഹുവിൻ്റെ പ്രാപഞ്ചിക ദൃഷ്ടാന്തമായ രാവ് അല്ലേ? പിന്നെ വലയാലിൻ നശ്ർ വശഫി വൽ വത്ർ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പം അതൊക്കെ അള്ളാഹുവിൻ്റെ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളാണ്. ആ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളൊക്കെ വളരെ കൃത്യമായി പിന്നെ അത് സഞ്ചരിക്കുകയും അതൊക്കെ ഇങ്ങനെ പിന്നെ ഓടുകയും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ പ്രാപഞ്ചിക ദൃഷ്ടാന്തത്തിൽ നിന്ന് കഴിഞ്ഞിട്ട് അല്ലാഹു തആല ഒരൊറ്റ മാറ്റം ഇതിലേക്ക് ചരിത്രപരമായ ദൃഷ്ടാന്തത്തിലേക്ക് മാറുകയാണ്. മനുഷ്യൻ നിത്യം കാണുന്ന പിന്നെ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളും മനുഷ്യൻ വായിക്കുകയും കേട്ട് മനസ്സിലാക്കുകയും ചെയ്യുന്ന ചരിത്രപരമായ ദൃഷ്ടാന്തങ്ങളും. അപ്പൊ ചരിത്രത്തിലേക്ക് അല്ലാഹു തആല ഒന്നുമെല്ലായിട്ട് മാറിയതാണ്. അപ്പൊ രണ്ട് ദൃഷ്ടാന്തവും ഇത് ആരോടാ പ്രഥമമായി അല്ലാഹു തആല ആരോടാ പറയുന്നത്? ആരോടാ അല്ലാഹു തആല ഇത് ആദ്യമായിട്ട് പറയുന്നത്? നബിനോട്. ആ നബിനോട് ഇത് പറയുന്നതിൽ ഒരു യുക്തിയുണ്ട്. എന്താ യുക്തിയുള്ളത്? എന്താ? ഇത് എവിടുന്നാ എപ്പോഴാണ് ഇറങ്ങണത്? മക്കത്ത് നിന്നാണ്. മക്കത്തെ നബിയുടെ ജീവിതം ആ രൂപം എങ്ങനെ? സത്യസന്ധനാണ്. അതോടൊപ്പം ശത്രുക്കളിൽ നിന്നുള്ള മർദ്ദനവും പീഡനവും ലാ ഇലാഹ ഇല്ലല്ലാഹ് 1000 വട്ടം പറഞ്ഞാലും സ്വീകരിക്കാൻ തയ്യാറില്ലാത്ത കടുകടുത്ത മനുഷ്യന്മാർ അല്ലേ, മുശ്രിക്കുകൾ. ആ രൂപത്തിലുള്ള മനുഷ്യന്മാരുടെ പീഡനവും മർദ്ദനവും ബിലാലിനെ പോലുള്ള ആളുകളെയൊക്കെ ചുട്ടുപഴുത്ത മണലാരണ്യത്തിലൂടെ വലിച്ചു കൊണ്ടുപോകുന്നത്, പാറക്കല്ലുകൾ വെച്ച് വലിച്ചു കൊണ്ടുപോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ണുകൊണ്ട് കാണുമ്പോൾ ആ പ്രവാചകന്റെ വേദന എത്ര ആയിരിക്കും അല്ലേ? ആ സന്ദർഭത്തിലാണ് അല്ലാഹു തആല ചോദിക്കുന്നത്, അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തിൽ ഇമാദ് അല്ലതി ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്. മുൻ സമുദായമായ ആദ് ഗോത്രത്തെപ്പറ്റിയും സമൂദ് ഗോത്രത്തെപ്പറ്റിയും ഏറ്റവും വലിയ കിങ്കരനായ ഫിർഔനെ പറ്റിയുമൊക്കെ അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർമ്മപ്പെടുത്തിയിട്ട് അവരൊക്കെ മുഹമ്മദ് നബിയെ ഈ മക്കായിലെ മുശ്രിക്കുകളെക്കാൾ, ഈ മക്കായിലെ ഖുറൈശികളെക്കാൾ ആജാനബാഹുക്കളായ, ഏറ്റവും വലിയ സമ്പത്തിൻ്റെ ഉടമയായ, ഏറ്റവും വലിയ ജനസംഖ്യ ഉണ്ടായിരുന്ന മനുഷ്യന്മാരാണ് ആദ് ഗോത്രമൊക്കെ. അവരൊക്കെ എൻ്റെ പടച്ചോൻ, എൻ്റെ റബ്ബ് എന്താ ചെയ്തത് മുഹമ്മദ് നബി നിങ്ങൾക്ക് അറിയൂലേ എന്നാണ് അല്ലാഹു തആല. അപ്പം അതിലെന്തുണ്ടാവും? അതിലെന്തുണ്ട്? വലിയൊരു ആശ്വാസം ഉണ്ടാവും അല്ലേ? മുഹമ്മദ് നബിയെ സംബന്ധിച്ചിടത്ത് അത്ര വലിയൊരു ആശ്വാസമല്ല അല്ലേ? അത്ര വലിയ ആജാനുബാഹുക്കളായ മനുഷ്യന്മാർ. ഇപ്പൊ സമൂദ് ഗോത്രത്തെയൊക്കെ പറ്റി നമ്മൾ പഠിക്കാൻ പോട്ടെ. പാറകൾ തുരന്നുണ്ടാക്കണ അത്ര വലിയ എഞ്ചിനീയറിംഗുള്ള മനുഷ്യന്മാർ, അപ്പൊ അവരെ അല്ലാഹു തആല നശിപ്പിച്ചിട്ടുണ്ട്. ആദ് ഗോത്രത്തെ അല്ലാഹു നശിപ്പിച്ചിട്ടുണ്ട്. ഫിർഔനിനെ അല്ലാഹു നശിപ്പിച്ചിട്ടുണ്ട്. അവരെ നശിപ്പിച്ച മനുഷ്യന്മാർ, അവരെ നശിപ്പിച്ച അല്ലാഹു, ആ അല്ലാഹുവാണ് പിന്നെ ആര്? നിന്റെ രക്ഷിതാവ്. അപ്പം ഈ ഖുറൈശികളെയും ഈ മുശ്രിക്കുകളെയും നബിയെ, താങ്കളെയും സഹാബത്തിനെയും മർദ്ദിക്കുന്ന, പീഡിപ്പിക്കുന്ന ഇവരെ നശിപ്പിക്കാൻ പഠിച്ചവന് കഴിയൂലേ എന്നെന്തുണ്ട്? അതിൻ്റെ ചുരുളുകൾക്കിടയിൽ ഒരർത്ഥമുണ്ട്. അപ്പോഴാണ് ആശ്വാസം കിട്ടുക അല്ലേ? അവരെ നശിപ്പിച്ച അല്ലാഹു ഇവരെ നശിപ്പിക്കാൻ ഇപ്പോൾ വലിയ പണിയുണ്ടോ പഠിച്ചോന്? ഇല്ല അല്ലേ? ഉണ്ടോ? ഇല്ല. ആ ഹൂദ് നബിയെയും അദ്ദേഹത്തിന്റെ വിശ്വാസികളായ ജനതയെയും രക്ഷിച്ച അള്ളാഹുവിന് മുഹമ്മദ് നബിയെയും വരലെണ്ണാവുന്ന സഹാബികളെയും രക്ഷിക്കാൻ വലിയ പണിയുണ്ടോ പഠിച്ചോന്? ഇല്ല. രണ്ടർത്ഥോടുണ്ട്. കണ്ടോ? മുഹമ്മദ് നബിയെയും പാവങ്ങളായ ഏതാനും ചില സഹാബത്തിനെയും രക്ഷിക്കാൻ അള്ളാഹുവിന് സാധിക്കും. ഹൂദിനെയും ഏതാനും ചില ആളുകളെയും പിന്നെ രക്ഷിച്ചതുപോലെ അല്ലേ? ഏറ്റവും വലിയ കിങ്കരന്മാരായ ആദ് ഗോത്രത്തെ നശിപ്പിച്ചതുപോലെ മുശ്രിക്കുകളെ നശിപ്പിക്കാനും ആർക്ക് സാധിക്കും? അള്ളാഹുവിന് സാധിക്കും. അപ്പം അതിലുള്ളൊരു ആശ്വാസങ്ങൾ നോക്കി ഇതിനേക്കാൾ വലിയൊരു ആശ്വാസം വേറെന്താണുള്ളത്? അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഇത് ഇവിടെ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. ഇനി ഒന്നുകൂടി പിന്നെ അതിൻ്റെ ഒരു സൂത്രം പറഞ്ഞുതരാം നിങ്ങൾക്ക്. എന്തിനാ അല്ലാഹു തആല കൈഫ ഫഅല എന്നല്ലേ ചോദിച്ചേ? എന്താ ചോദിച്ചേ? കൈഫ ഫഅല, എങ്ങനെ ചെയ്തു എന്നാ ചോദിച്ചേ.
ശരിക്കും എങ്ങനെ ചെയ്തു പറഞ്ഞാൽ ആ ശിക്ഷയാണല്ലോ ഉദ്ദേശിക്കുന്നത്. എന്ത് ഐറ്റം ശിക്ഷ നൽകി എന്ന് അള്ളാഹുത്താല അവിടെ പറഞ്ഞില്ല. ഈ ആയത്ത് പറഞ്ഞണോ? ഇല്ല. അപ്പം ശിക്ഷ നൽകി എന്ന് നേരിട്ടാണ് പറഞ്ഞാൽ പോരെ. അത് നൽകാതെ, അത് പറയാതെ കൈഫ ഫഅല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പം എങ്ങനെ ഉണ്ടാവും? അങ്ങനെ പറയുമ്പോൾ അത് കേൾക്കുന്ന ഒരു ശ്രോതാവിൻ്റെ മനസ്സ് എന്താവും? പിന്നെ വലിയ ഭയവും അതേപോലെ വലിയ മഹത്വവും അയാളുടെ മനസ്സിലേക്ക് വരും അല്ലേ? എങ്ങനെ ചെയ്തത്? ആ കൈഫിയത്ത് ഇങ്ങോട്ട് കേൾക്കുമ്പോൾ ഒരു ഭയാനകമായ സംഭവം അല്ലെങ്കിൽ ഒരു മഹത്വമുള്ള സംഭവം എങ്ങനെ ചെയ്തത് എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന ഒരു ശ്രോതാവിൻ്റെ മനസ്സിലേക്ക് വരും. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ അല്ലേ? ഒരു സംഭവം ഇപ്പം നമ്മളിങ്ങനെ പറയുമ്പം ശിക്ഷ കൊടുത്തു എന്ന് പറയാതെ എങ്ങനെ ചെയ്തത് എന്ന് പറയുമ്പോൾ എന്തുണ്ടാവും? അത് കേൾക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുകയും അതിൻ്റെ ഭയാനകതയും മഹത്വത്തെയും പറ്റിയൊക്കെ ആലോചിക്കുകയും ചെയ്യും. അതിനാണ് അല്ലാഹു തആല എന്ത് പറഞ്ഞത്? കൈഫ. എന്നാൽ മറ്റ് ചില സ്ഥലത്ത് എന്ത് പറഞ്ഞിട്ടുണ്ട്? അവരെ നശിപ്പിച്ച രീതി പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാ അവരെ നശിപ്പിച്ചത്? ഫഉഹ്ലികു ബിരീഹിൻ സർസറിൻ ആതിയ അല്ലേ? എങ്ങനെ ആദ് ഗോത്രത്തെ നശിപ്പിച്ചത് അല്ലാഹു? എന്ത്? പ്രക്ഷുബ്ധമായ ഒരു കൊടുങ്കാറ്റ് എന്നാണ്. ശീതളമായ കാറ്റ്. ഒരു ചെറിയ തണുപ്പാറ്റ് അടിച്ചാൽ തന്നെ ഞാനിങ്ങളൊക്കെ എങ്ങനെ വെക്കും അല്ലേ? റൂമിൽ നിന്നാണ്ട് ഇറങ്ങും നമ്മള് ഇല്ല, കോരിപ്പിടിക്കും. എന്നാ അതിശക്തമായ ശീതളക്കാറ്റ് അടിച്ചാലോ എന്താ ഉണ്ടാവുക? നമ്മളെ ചോര ആ ചലിക്കണ വരെ നിൽക്കും അല്ലേ? ആ ചലനം ഉണ്ടാവില്ല. ബ്ലഡ് എന്ത് ചെയ്യില്ല? ഒഴുകൂല, ഉറച്ചിക്കും. അതോടുകൂടി തന്നെ നമ്മളെന്താവും? ഡൗൺ ആവും. ഒരു പക്ഷേ മരണം തന്നെ സംഭവിക്കും. അപ്പോൾ അതേപോലെ ആ രൂപത്തിലുള്ള ഒരു കാറ്റാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്ര വലിയ ശക്തന്മാരായ ആളുകളെ നശിപ്പിക്കാൻ അള്ളാഹു ഒപ്പിച്ചു. അപ്പോൾ ഒരു കാറ്റ് മതി പഠിച്ചവൻ എന്ത് ചെയ്യാം? വലിയ വലിയ ആളുകളെ നശിപ്പിക്കാൻ. അപ്പം മുഹമ്മദ് നബിയെ, താങ്കളുടെ ഈ കാണുന്ന മക്കാ മണലാരടുത്ത് ജീവിക്കണ ഈ ചെറിയ ആളുകളെ നശിപ്പിക്കാൻ പഠിച്ചവൻ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല എന്നുള്ളതാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത്. പിന്നെ ഇത് കേൾക്കുന്ന ഒരാൾക്ക് അലം തറ കൈഫ ഫഅല റബ്ബുക അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമദാത്തിൽ ഇമാദ് എന്നൊക്കെ കേൾക്കുമ്പോൾ അവിടെ ഒരു ദൃശ്യവൽക്കരണ ശൈലി ഉണ്ടെന്നാ, ഒരു തസ്വീറുണ്ട്. നമ്മളിപ്പോൾ ആദിനെ എങ്ങനെ ചെയ്തു എന്ന് ആ സെന്റൻസ് ഇങ്ങോട്ട് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഫലസ്തീൻ എന്ന് പറയുമ്പോൾ നിങ്ങളെ മനസ്സിലൊക്കെ ഇപ്പം എന്താ ഓടി വരിക? ഇപ്പോഴത്തെ ചുറ്റുപാടിൽ ഫലസ്തീൻ എന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലെന്താ ഓടി വരിക? ഗസ. ഗസ എന്ന് പറയുമ്പോൾ എന്താ നിങ്ങളെ മനസ്സിൽ ഓടുക? ആദ്യങ്ങൾ കുറേ പൊളിഞ്ഞു വീണ ബിൽഡിങ്ങൾ, അതിൻ്റെ ആസാറുകൾ അല്ലേ? കുറേ ബിൽഡിങ്ങൾ, കുറേ കുട്ടികൾ അതിൻ്റെ ചോട്ടിൽ, മനുഷ്യന്മാരതിൻ്റെ ചോട്ടിൽ. ഇതാണ് ഫലസ്തീൻ, ഗസ എന്നൊക്കെ പറയുമ്പോൾ ആദ്യം തന്നെ മനസ്സിലേക്ക് ഓടി വരിക അല്ലേ? ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് എന്ന് പറയുമ്പോൾ ആ ആദ് ഗോത്രത്തെ അല്ലാഹു കൈഫ ഫഅല റബ്ബുക എങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ആ ബിൽഡിങ്ങുകളൊക്കെ തകർന്ന് ആ തകർന്ന ബിൽഡിങ്ങിൻ്റെ അരികിലൂടെ ഇങ്ങനെ അങ്ങനെ ഒരു കണ്ണുകൊണ്ട് കാണുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതാണ് കൈഫ ഫഅല. ഞാൻ നേരത്തെ വിശദീകരിക്കാതെ പോയ കൈഫ എന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ട് അല്ലാഹു തആല എന്ന് പറയാതെ കൈഫ എന്ന പദപ്രയോഗം അവിടെ ഉപയോഗിച്ച്. സൂത്രം മനസ്സിലായോ നിങ്ങൾക്ക്? വേഗം ഫലസ്തീൻ ഓർക്കുക അല്ലേ? പൊളിഞ്ഞു വീണ വീടുകൾ, അതിൻ്റെ ആസാറുകൾ, അതിലിങ്ങനെ അതിൻ്റെ ചുറ്റിലും ഇങ്ങനെ കല്ലിലിരിക്കണ മക്കള്, ഇതൊക്കെ കാണുമ്പോൾ ഫലസ്തീൻ എങ്ങനെയാ ചെയ്തത് എന്ന് കണ്ടില്ലെന്ന് ചോദിച്ചാൽ അതേ അവസ്ഥ ഇമാദ് ഏത് ആദ് ഗോത്രത്തെ പറ്റിയും ഉണ്ടാകുമ്പോൾ ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് വരുന്ന ചിത്രം അല്ലെ? ഒരു സ്ക്രീനിൽ നമ്മളൊരു ചിത്രം കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ പതിയുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് എന്ന് പറയുമ്പോൾ ഒരു വിശ്വാസിയുടെ മനസ്സിൽ ആദ് ഗോത്രത്തെ നശിപ്പിച്ച ആ ചിത്രം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഓടും അല്ലേ? സ്ക്രീനിൽ ഓടുന്നത് പോലെ അവിടെ ഓടും. അതിനാണ് അല്ലാഹു തആല എന്ത് ഉപയോഗിച്ചത്? കൈഫ. നോക്കി നിങ്ങൾ, അതിൻ്റെ ഭാഷാശാസ്ത്രമാണ് അതൊക്കെ. വളരെ അത്ഭുതമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് അല്ലാഹു തആല എന്ത് ഉപയോഗിക്കാതെ ഉപയോഗിച്ചാൽ ഒരൊറ്റ അക്ഷരം മതിയായിരുന്നു. കൈഫ ഉപയോഗിച്ചേക്കാം 3 അക്ഷരം വേണ്ടി വന്നു അല്ലേ? ആലോചിക്കും. അപ്പൊ കൈഫ ഉപയോഗിച്ചതിലുള്ള സൂത്രം അതാണ്. മനസ്സിലാവുന്നുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ?
അപ്പം അങ്ങനെ ഒരു രഹസ്യം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇത് കേൾക്കുമ്പോൾ പിന്നെ ആദ്യഗോത്ര പിന്നെ ആ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ പോണ ആ രംഗം, അതും അതേപോലെ അവരുടെ കഴിഞ്ഞ കാലഘട്ടത്തെ വാർത്തയും ഒക്കെ വിശുദ്ധ ഖുർആൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു വിഭാഗത്തെ കണ്ണുകൊണ്ട് കാണുന്നത് പോലുള്ള ഒരവസ്ഥ നമുക്കുണ്ടാവും എന്നുള്ളതാണ്. ഇനി ഈ പിന്നെ ഇത് നമ്മെ പഠിപ്പിക്കുന്ന വലിയ പാഠങ്ങളുണ്ട്. ലോകത്ത് തന്നെ വന്നിട്ടുള്ള ആജാനുബാഹുക്കളായ ഏറ്റവും ആരോഗ്യവും ശക്തിയും കുവ്വത്തും ശരീരത്തിൻ്റെ ആകൃതിയും കാണാനും ഒക്കെയുള്ള എന്താ നിങ്ങൾ പറയാ നല്ല ഷേപ്പുള്ള ആളുകളില്ലേ, ആ ആജാനുബാഹുക്കളായ മനുഷ്യന്മാരായിട്ടും അവരുടെ ശക്തിയൊന്നും ഒരു നിമിഷം പോലും പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിച്ചില്ല. ശിക്ഷ വന്നപ്പോൾ സാധിച്ചോ? ഇല്ല. സെക്കൻഡ് നിമിഷം കൊണ്ട് അതൊക്കെ ധൂളിയായി പോയി. അവരുടെ ശക്തി കാണാൻ സാധിച്ചില്ല. പിന്നെ ലോകത്ത് തന്നെ ഏറ്റവും വലിയ സുരക്ഷിതമായ കൊട്ടാരങ്ങളും പിന്നെ ഏറ്റവും വലിയ പിന്നെ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കിയ ആ ബിൽഡിങ്ങുകളും ആ കൊട്ടാരങ്ങളും ശിക്ഷ വന്നപ്പോൾ അവരെ സംരക്ഷിച്ചില്ല അല്ലേ? ലോകത്ത് തന്നെ ഏറ്റവും സാംസ്കാരികമായ എന്ന് അവകാശപ്പെടുന്ന ആദ്യഗോത്രം അവരുടെ സംസ്കാരം അവരെ സംരക്ഷിച്ചിട്ടില്ല. മറിച്ച് അതൊക്കെ ശിക്ഷ വന്നപ്പോൾ എന്ത് ചെയ്യാണ് അവർ പിന്നെ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയമാവുകയാണ്. അപ്പോൾ ഒരു മനുഷ്യന് യഥാർത്ഥത്തിൽ മനുഷ്യനാവുന്നത് ഓൻ്റെ സമ്പത്ത് കൊണ്ടല്ല, ഓൻ്റെ പിന്നെ ഇമാറകൾ നോക്കിയിട്ടല്ല, ഹംറ ബിൽഡിങ് നോക്കിയിട്ടല്ല ഓനെ മഹത്വം കണക്കാക്കണേ. ഒരാളുടെ മഹത്വം കണക്കാക്കണേ എങ്ങനെ? ഏറ്റവും വലിയ ഉയർന്ന ബിൽഡിംഗ് ഉണ്ട് എന്നുള്ളത് കൊണ്ടല്ല അല്ലേ, അല്ലെങ്കിൽ ഇത്ര സമ്പത്തിൻ്റെ ഉടമ ഉണ്ട് എന്നത് കൊണ്ടല്ല. മറിച്ച് എന്തുകൊണ്ടാണ്? ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അയാളുടെ ദൈവഭയം അല്ലേ, അയാളുടെ അള്ളാഹുവിനെ പറ്റിയുള്ള സ്മരണയാണ്. എത്ര വലിയ സമ്പത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും, എത്ര വലിയ ശക്തി മാജാനുഭാവമാണെങ്കിലും, എത്ര വലിയ എഞ്ചിനീയർ ആണെങ്കിലും, ഏത് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും അതോടൊപ്പം റബ്ബിനെ സ്മരിക്കുന്ന ഒരു ഹൃദയമുണ്ടെങ്കിൽ അതാണ് രക്ഷ, അതാണ് സുരക്ഷ എന്നതാണ് വിശുദ്ധ ഖുർആൻ ഇതിലൂടെ ലോകത്തെ പഠിപ്പിക്കുന്നത്. അപ്പം അള്ളാഹു താല ഇതിപ്പം പിന്നെ എന്തിനാ ഈ ചരിത്ര സംഭവം നമ്മോട് പഠിക്കാൻ പറയുന്നത്? അള്ളാഹു താല എന്തിനാ ഈ ചരിത്ര സംഭവം, ആദ്യഗോത്രത്തിൻ്റെ ചരിത്ര സംഭവം നമ്മളോട് എന്തിനാ പഠിക്കാൻ പറയുന്നത്? നമ്മളിങ്ങനെ ഓതി പോവാനാ? അല്ല, മറിച്ച് കഴിഞ്ഞ കാല ചരിത്രത്തിലേക്കും ആ സമുദായത്തിലേക്കും നോക്കി നമ്മൾ പാഠം പഠിക്കണം അല്ലേ? അതേപോലെ സംഭവങ്ങൾ ഏത് കാലത്തും ഏത് സ്ഥലത്തും എത്ര നിങ്ങൾ സുരക്ഷിതരാണ് എന്ന് പറയുന്ന ഭാഗത്തും ഇത്തരം സംഭവങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ്. നോക്കി നിങ്ങൾ ഏറ്റവും വലിയ ഉദാഹരണം, ലോകത്തെല്ലാവരും പറഞ്ഞിരുന്നൊരു സ്ഥലമാണ് ഇത്, എമിറേറ്റ്. വളരെ സുരക്ഷിതത്താണ്, അവിടെ ഒരു പ്രശ്നമില്ല, ഏത് രാത്രി ഇങ്ങനെ നടക്കാം എന്നൊക്കെ ഞാനടക്കം പറയും. നിങ്ങൾ പറഞ്ഞില്ലേനോ? ഇന്നത്തെ അവസ്ഥ നോക്കി നിങ്ങൾ, ഇന്ന് നടക്കണേനല്ല, ഇന്നത്തെ അവസ്ഥ നോക്കി നിങ്ങൾ. ഇന്ന് എല്ലാ കമ്പനികളും ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫീസുകളൊക്കെ കുറ്റിയും പറിച്ചു പോയി. അവിടുന്ന് എത്രയോ ലക്ഷക്കണക്കിന് കമ്പനി, ചോട്ട ഉണ്ടാവും, അതല്ല ഞാൻ പറയുന്നത്, വലിയ വലിയ ബട ഒലൊക്കെ കുറ്റിയും പറിച്ചു പോയി. എന്തേ? ഓല ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ എടുത്തു കൊണ്ടുപോയി, വേറെ സ്ഥലത്തേക്ക് മാറ്റി. അപ്പം എങ്ങനെ സുരക്ഷിതത്വം? പണം കൊണ്ടല്ല. നമ്മളിങ്ങനെ പറയും അവിടെ ഇതാണ് ഇതാണ്, അതൊന്നുമല്ല. മറിച്ച് യഥാർത്ഥ സുരക്ഷിതത്വം നമുക്ക് ലഭിക്കുന്നത് ഇവിടെ ഉള്ളതൊക്കെ താൽക്കാലികമാണ്. പിന്നെ മറിച്ച് യഥാർത്ഥ സുരക്ഷിതത്വം ലഭിക്കുക പരലോകത്താണ് എന്നത് നമ്മെ അതിനാണ് ഏത് പറയാൻ ഇത്ര സുരക്ഷയിലും കോട്ടക്കൊത്തളങ്ങളിലുമൊക്കെ ജീവിച്ചിരുന്ന ആദ് ഗോത്രത്തെയും സമൂദ് ഗോത്രത്തെയും ഫിർഔനെയും ഒക്കെ ആ ചരിത്ര സംഭവങ്ങൾ അല്ലാഹു തആല നമ്മെ സൂചിപ്പിക്കാനുള്ള കാരണം അതാണ്. അപ്പം യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനാവുന്നത് ആ സമ്പത്തിൻ്റെ വലിപ്പം നോക്കിയിട്ടല്ല, മറിച്ച് എന്താണ്, റബ്ബിനെ അയാൾ എത്ര മനസ്സിലാക്കിന് എന്ന് നോക്കിയിട്ടാണ് അയാളുടെ ഇത് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. ഇനി നമുക്കതിൽ പഠിക്കാനുള്ള വേറെ കുറേ ചില പാഠങ്ങളുണ്ട്. മനുഷ്യൻ എത്ര വലിയ ബിൽഡിങ്ങുകളും ആകാശം മുട്ടുന്ന കൊട്ടാരങ്ങളും കെട്ടിടങ്ങളും ഒക്കെ കാണുമ്പോഴും അല്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ കരുതരുത് അവരൊക്കെ എന്നേക്കാൾ വലിയവരാണ് എന്നല്ല വിശ്വാസി മനസ്സിലാക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടതാ, എന്നേക്കാൾ വലിയ പരീക്ഷണമാണ് അല്ലാഹു തആല അവന് കൊടുത്തത്. ദരിദ്രനായ ഞാൻ മനസ്സിലാക്കേണ്ടത് ആ ദാരിദ്ര്യവും പരീക്ഷണമാണ്, സമ്പന്നനായ നിങ്ങളോ അതും നിങ്ങൾക്ക് പരീക്ഷണമാണ്.
അതും പരീക്ഷണമാണ്. അപ്പം നമ്മൾ വിചാരിക്കേണ്ട ഓനല്ല സുഖം, മറ്റോനെന്താ ഓനെന്നും ബുദ്ധിമുട്ട്. അല്ല, രണ്ടും പരീക്ഷണമാണ്. ദാരിദ്ര്യവും പരീക്ഷണമാണ്, സമ്പത്തും പരീക്ഷണമാണ്. അത് ചിലപ്പോൾ ചിലർ നല്ല ആരോഗ്യവാന്മാരായിരിക്കും, ചിലർ രോഗിയായിരിക്കും. രണ്ടും പരീക്ഷണമാണ്. ആരോഗ്യം പരീക്ഷണമാണ്, ആരോഗ്യമില്ലാത്ത അവസ്ഥയും പരീക്ഷണമാണ്. ഇങ്ങനെ സമ്പത്തും. ഇനിയിപ്പോൾ നമ്മൾ വിചാരിക്കും സാങ്കേതികമായി ഒരുപാട് ഉന്നതി നിൽക്കണതാണ്, ഞങ്ങളോടൊന്നും കളിക്കണ്ടെന്ന് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ തോന്നും അല്ലേ? കാരണം എന്താ, ടെക്നോളജിക്കലായിട്ട് നമ്മൾ അത്ര ഉന്നതിയിലാണെന്ന്. അതൊക്കെ സെക്കൻഡുകളെ ഉണ്ടാവും, അതൊക്കെ എന്താവും, ധൂളിയായി പോവും. മറിച്ച് ബാക്കിയാവണത് എന്തേ ഉണ്ടാവുള്ളൂ, മരിച്ചെന്ന ടെക്നോളജി വരുമോ നമ്മളവിടത്തേക്ക്? ഇല്ല. ഖബർക്ക് ടെക്നോളജി വരുമോ? എത്ര വലിയ യുദ്ധവിമാന വാഹിനി കപ്പലുകൾ നിങ്ങൾ ഉണ്ടാക്കിയാലും അതൊന്നും അവിടെ വരൂല. അവിടേക്ക് പോവെന്താ, വെറും കൈയായിട്ടാ ഉണ്ടാവും. 3 എടുത്ത വസ്ത്രം ഉണ്ടാവും, അവൻ ചെയ്ത അമലുസാലിയാത്തും ഉണ്ടാവും. അപ്പം ആലോചിച്ച് നോക്കുങ്ങൾ. ഇതാണ് വിശുദ്ധ ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ ചരിത്ര സംഭവത്തിലൂടെ നമ്മെ പഠിപ്പിക്കേണ്ടത് അല്ലേ? എത്ര വലിയ ആളുകളും ധനാഢ്യരും പൗരപ്രമുഖന്മാരും ഒക്കെ ആയ ആളുകൾ ഖുറൈശികളുടെ കൂട്ടത്തിലുണ്ട്, മുശ്രിക്കുകളുടെ കൂട്ടത്തിലുണ്ട്. അവരെയൊക്കെ നശിപ്പിക്കാൻ ആർക്ക് സാധിക്കും? അള്ളാഹ്ക്ക് സാധിക്കും എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആശ്വാസം കൊടുക്കുകയാണ്. പിന്നെ അടുത്ത ആയത്ത് എന്താ? നമ്മൾ സമയത്രേന് തുടങ്ങണോ? 5 മിനിറ്റാ തുടങ്ങല്ലേ? പിന്നെ 4 അടുത്ത ആയത്ത് എന്തേനു? അല്ലത്തീ ലം യുഖ്ലഖു മിസ്ലുഹാ ഫിൽ ബിലാദ്. രാജ്യത്ത് അവരെ പോലുള്ളവർ സൃഷ്ടിക്കപ്പെട്ടില്ല. അതന്നെയാണ് ഇപ്പൊ ഇതുവരെ പറഞ്ഞ വിശദീകരണം അല്ലേ? അവരെ പോലുള്ള അത് ഏതൊക്കെ കാര്യത്തിലുണ്ട്? ശരീരത്തിന്റെ ആകൃതിയിലുണ്ട്, സമ്പത്തിലുണ്ട്, ജനസംഖ്യയിലുണ്ട് എന്നൊക്കെയാണ് മുഫസ്സിറുകൾ എണ്ണത്. അപ്പൊ അത്രയും ഉന്നതരായ ആളുകളായിരുന്നു അവരെന്ന് കാണിക്കാനാണ് അത് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. പിന്നെ പറയുന്നത് വസമൂദ. എന്താ ഈ സമൂദ്? സമൂദ് ഗോത്രം. പിന്നെ അല്ലദീന, അവരുടെ പ്രത്യേകത ജാബു സഹറ. എന്താ ഈ ജാബു? ജാബ എന്ന് പറഞ്ഞതിനർത്ഥം ജാബ ഒന്ന് പിളർത്തുകയാണ്, ഒരർത്ഥം ശക്ക, രണ്ടാമത്തെ അർത്ഥം നഹത്ത. ശക്ക എന്ന് പറഞ്ഞാൽ പാറയ്ക്ക് പൊട്ടിക്ക. 2 പാറ ഇങ്ങനെ കൊത്തി ഓട്ട പോലുള്ള ഉണ്ടാക്കാം, ത്വരക്കുക. മൂന്നാമത്തത് ഹറക്ക, ചെറിയ ചെറിയ ഓട്ടകൾ ഉണ്ടാക്കുക. ഈ അർത്ഥങ്ങളൊക്കെ വരുന്ന പദമാണ് ഇത് ജാബ. സമൂദ് ഗോത്രത്തെ പറ്റി അവരുടെ ജോലി ശരിക്കും എന്താ? സമൂദ് ഗോത്രത്തെ പറ്റി അവർ ആരായിരുന്നു എന്നാ പറയുന്നത്? പാറകൾ തുരന്ന് വീടുണ്ടാക്കുന്ന ജനവിഭാഗമായിരുന്നു അവർ. സമൂദ് എന്ന് പറയുന്നത് ഒരു പഴയ അറബി ഗോത്രം തന്നെയാണ്. അവർ താമസിച്ചിരുന്ന സ്ഥലം ഇവിടെ ഹെജിർ എന്ന് പറയുന്ന പ്രദേശത്താണ്. അത് ജസീറത്തുൽ അറബിൻ്റെ പിന്നെ ഷിമാൽ വടക്ക് ഭാഗത്താണ്. മറ്റ് ആദ്യത്തെ പറഞ്ഞ പോലെ ജനൂബിൽ ആദ് ഗോത്രം ജനൂബിൽ താമസിച്ചപ്പം ഇവര് സമൂദ് എവിടെയാണ്? ഷിമാല് ഭാഗത്തെ വടക്ക് ഭാഗത്തായിരുന്നു. ഇതൊക്കെ ജസീറത്തുൽ അറബിൽപ്പെട്ട ആ കാലഘട്ടത്തെ സൗദിയ. പിന്നെ സൗദി എന്ന് പേര് വന്നത് എപ്പോഴാ? വളരെ അടുത്ത കാലത്താണ് അല്ലേ? കിങ് അബ്ദുൽ അസീസിന്റെ ആ ഭരണകൂടത്തോടു കൂടിയാണ്, സൗദി രാജാവിന്റെ അതോടുകൂടിയാണ് അതിന് സൗദി അറേബ്യ എന്നുള്ള പേര് വന്നത്. അതിന്റെ മുമ്പ് അതിന്റെ പേരെന്താ? ജസീറത്തുൽ അറബ് എന്നാ. ജസീറത്തുൽ അറബ് എന്നായിരുന്നു. ആ ജസീറത്തുൽ അറബിന്റെ തെക്ക് ഭാഗത്ത് ആദ് ഗോത്രവും വടക്ക് ഭാഗത്ത് ആരുണ്ടായിരുന്നു? പിന്നെ സമൂദ് ഗോത്രവും ജീവിച്ചത്. ഒരേ സമയത്ത് തന്നെ. അല്ല, ഒരേ സമയത്തല്ല. പ്രവാചകൻ ആ സാധനം അവിടെ ഉണ്ട്. പ്രവാചകന്മാർ വന്നത് വ്യത്യസ്ത സമയത്താണ്. പിന്നെ അവിടേക്ക് വന്ന പ്രവാചകന്റെ പേര് സ്വാലിഹ് അലൈഹിസ്സലാം അല്ലേ? അല്ല, സൗദിയേക്ക് മാത്രമല്ല, ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഇസ്രായേലാ. പിന്നെ ബനു ഇസ്രായേൽ, ഈ കാണുന്ന ഇസ്രായേലല്ല, ഈ ചോട്ട ഇസ്രായേലല്ല. അന്നത്തെ ഇസ്രായേൽ എന്ന് പറയുന്നത് ഈ ഫലസ്തീനും ഷാമും സിറിയും ഒക്കെ പാടടങ്ങനെ, അതിനാണ് ബനു ഇസ്രായേൽ എന്ന് പറയുന്നത്. മുസാ നബിയുടെ അതില്ലേ, ഈജിപ്തും ഒക്കെ അതൊക്കെ അതിന്റെ ചുറ്റന്നെയാണ് ഈ പറയുന്നതൊക്കെ.
നമ്മൾ ഇസ്രായേൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാണുന്ന ആ ഭൂപടത്ത് കാണാൻ ചെറിയ ഇസ്രായേലല്ല. അത് മതി, നമുക്ക് അടുത്ത ആഴ്ച ആക്കാം. അസ സമുദല്ലദീന ആജാബു സഹ്റബിൽ വാദ് അടുത്ത ആഴ്ച. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.